നിലമ്പൂരിലെ ഒരു സ്കൂളിൽ നിന്ന് സേഫ് സൈനുദ്ദീനാണ് ചേരുന്നത്. സേഫ്, അവിടെ എങ്ങനെയാണ് കാഴ്ച? വൈകുന്നേരമാകുമ്പോഴേക്ക് വലിയ തിരക്ക് തന്നെയാണോ പോളിംഗ് ബൂത്തുകളിൽ? നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഉള്ളത് നിലമ്പൂർ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. വലിയ ജനപങ്കാളിത്തം നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയരുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. കാര്യമായ മഴ ഉണ്ടായിട്ടില്ല. ചാറ്റൽ മഴ പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലമ്പൂരിലെ വോട്ടർമാരെ അതൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മഴയൊക്കെ പ്രശ്നമായിരുന്നോ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ? ഇല്ല പ്രശ്നമുണ്ടായില്ല. എത്ര മഴ പെയ്താലും നമ്മൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെയ്യും. നമ്മൾ വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചോ അതോ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തീരുമാനിച്ചത്? ശേഷമാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ പ്രചരണമൊക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ വോട്ടിന്റെ നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇടതും വലുതും തന്നെ ഉണ്ടാവുള്ളൂ. ഇടതും വലതുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. ആ ഇടതും വലതുമായിട്ടുള്ള മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. എന്തായാലും ആ തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തിരക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വൈകിട്ടാകുമ്പോൾ സാധാരണഗതിയിൽ തിരക്ക് കുറയേണ്ടതാണ്, പക്ഷേ അങ്ങനെ തിരക്ക് കുറഞ്ഞിട്ടില്ല. വോട്ട് ചെയ്യുന്ന വനിതകളുടെ എണ്ണത്തിൽ വലിയ മഴയൊന്നും കുഴപ്പമില്ല, കുട്ടിയായിട്ട് വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ? അതെ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണമൊക്കെ കണ്ടിട്ട് എന്തായാലും വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണോ അതോ? വോട്ട് ചെയ്യണം നേരത്തെ തീരുമാനിച്ചു തന്നെയാണ്. മഴയായാലും കുഴപ്പമില്ല. ഈ ഒരു വർഷത്തിനിടെ നിങ്ങൾ നിലമ്പൂരുകാർ മൂന്നാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. അതെ അതെ. ഒരു രസമാണത്. അതൊരു ആവേശമാണ്. ആര് ജയിക്കണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എന്തായാലും മത്സരത്തിന്റെ ഒരു രീതി, പുതിയ വോട്ടർമാരൊക്കെ ഉണ്ട്. എന്താ രാവിലെ വരാതെ വൈകുന്നേരം വന്നിരുന്ന? ഞങ്ങൾ ഫ്രീ ആയിട്ട് വരാച്ചിട്ടാ. വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. അതുകൊണ്ടാണ്. മഴയൊന്നും ഒരു ടെൻഷൻ അല്ലായിരുന്നു? മഴയൊന്നും പ്രശ്നമില്ല. എത്ര മഴയാലും നമ്മൾ വോട്ട് ചെയ്യും. ഇല്ല, വോട്ട് ചെയ്യും. നിങ്ങൾ നിലമ്പൂരുകാർ അങ്ങനെ തീരുമാനിച്ചിറങ്ങിയേക്കാണ് അല്ലേ? അതെ. ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴേ നമ്മൾ സ്ഥാനാർത്ഥിയുടെ ഈ പ്രചരണം കണ്ടിട്ടാണോ അതോ നേരത്തെ തീരുമാനിച്ചോ ആർക്ക് വോട്ട് ചെയ്യണോ? വോട്ടിങ് നമ്മളെ അവകാശമല്ലേ, നമുക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല ആർക്ക് വോട്ട് ചെയ്യണോ നേരത്തെ തീരുമാനിച്ചു? അതൊക്കെ തീരുമാനിച്ചതാ. മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നേരത്തെ? അതെ, നിലമ്പൂരുകാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തീരുമാനിച്ച ആൾക്കാർ ഉണ്ട്. എന്തായാലും വലിയ തിരക്ക് നമുക്ക് ഈ സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് കുറച്ച് പേര് വോട്ട് ചെയ്തിട്ടൊക്കെയാണോ? ഇത് ഇപ്പൊ വെയിലാണ്, മഴയൊന്നും നിങ്ങളെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ മഴയൊന്നും ബാധിക്കുന്നില്ല. ഇവിടെ ആൾക്കാർ വളരെ താല്പര്യമായിട്ട് വരുന്നുണ്ട്. മഴയൊന്നും പ്രശ്നമാക്കിയിട്ടില്ല ഇവിടെ. ഇപ്പൊ എല്ലാ വർഷത്തേക്കാളും കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഈ ടൈം ആയപ്പോഴത്തേക്ക്. മൊത്തത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആരാന്നൊന്നും പറയണ്ട, നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ ജയിക്കും. വലിയ ഭൂരിപക്ഷം തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഞങ്ങളെ നല്ല ഭൂരിപക്ഷം, നല്ല ടൈറ്റ് മത്സരമാണ്, എന്നാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഇവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടോ അതോ രണ്ടുപേര് മാത്രമാണോ? ത്രികോണ മത്സരമല്ല, രണ്ടുപേരാണ് മത്സരിക്കുന്നത്. രണ്ടിലൊരാൾ ജയിക്കും തീർച്ചയായിട്ടും. LDF അല്ലെങ്കിൽ UDF? തീർച്ചയായിട്ടും. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം അവരുടെ രാഷ്ട്രീയം ചോദിക്കുന്നത് ശരിയല്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളം നിലമ്പൂർ മണ്ഡലത്തിൽ എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അത് നിലമ്പൂർ നഗരസഭയിൽ ഇപ്പോൾ സമയം ഈ വൈകുന്നേരം തീരാറാവുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു ഓളമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യെസ്, എന്തായാലും ആ വാശിയേറിയ പ്രചാരണത്തിന്റെ ഗുണം നമുക്ക് പോളിംഗ് ദിവസം കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ സമയം 5 മണിയാകുന്നു. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടിയേ ഉള്ളപ്പോൾ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകരുള്ളത്. എല്ലാ ബൂത്തിലും ഈ വൈകുന്നേരത്തെ സമയം നല്ല തിരക്കും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും.